Starts with our hero, Saiju Guru. ആദ്യത്തെ തുഫാൻ വാരിയ ശ്രീ മോഹൻലാലാണ്. ശ്രീ സൈജു കുറുപ്പാണ് മുന്നോട്ട് 10 കേരളത്തിലെ ആളുകൾ വന്നിട്ടുണ്ട്. സിനിമയിൽ രണ്ടാമത്തെ ആളാണ്. Thank you very much. അടുത്തതായി ഞങ്ങളുടെ ഡയറക്ടർ ശ്രീ രാജേഷ് നായർ. സൈറ കുറുപ്പ് സൈജു കുറുപ്പിന്റെ സിസ്റ്ററാണ്. പുള്ളിക്കാരി വോളണ്ടിയർലി ഷീ വാണ്ടഡ് ടു ബി എ വാരിയർ എന്ന് പറഞ്ഞ നമ്മുടെ KK സുനിൽ, മംഗളം TV ബ്യൂറോ ചീഫ്. And this is for the team Harivarasana. Thank you very much. So thank you very much. ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല സർ, പിന്നെ ഇവിടെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശബരിമല ബേസ്ഡ് ആയിട്ടുള്ളൊരു കഥയിൽ അഭിനയിക്കാൻ പറ്റുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മാളികപ്പുറം എന്ന് പറഞ്ഞൊരു സിനിമയിൽ അഭിനയിക്കാൻ ഭാഗ്യമുണ്ടായി. എടാ, നിനക്ക് ചില പടങ്ങൾ ഡേറ്റിൻ്റെ പ്രശ്നങ്ങൾ കാരണം ചെയ്യാൻ പറ്റാണ്ട് വരാറുണ്ടല്ലോ. നിൻ്റെ ഭാഗ്യമാണ് ഇതിനങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാകുന്നത്. ഗംഭീര പടമാണ്. അപ്പോൾ അതുപോലെ തന്നെ വീണ്ടും ഞാൻ വിശ്വസിക്കുന്നത് ഒരു ഗംഭീര പടത്തിൻ്റെ ഭാഗമാണ് ഞാൻ ആകാൻ പോകുന്നതെന്നാണ്. രാജേഷ് നായർ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ 4ാമത്തെ പടമാണ്. ചെന്നിത്തല സാറ്, ഞാൻ ദുബായ് വെച്ച് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഫംഗ്ഷൻ, ഒരു ബുക്ക് ഫെയറിന് ഇതേപോലെ ഞങ്ങൾ അടുത്തടുത്തിരിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിനെ അറിയാം, അദ്ദേഹത്തിന് എന്നെ അറിയാമായിരിക്കുമെന്ന് എനിക്കൊരു 50-50 പ്രോബിലിറ്റിയിൽ ഞാനിങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്ന് അദ്ദേഹം എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട്, സൈജു നാട്ടിലെവിടെ വീടെന്ന് ചോദിച്ചു. എൻ്റെ കിളി പോയി, എൻ്റെ പേരറിയാമെന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ ഞാൻ പെട്ടെന്നൊന്ന് ഷോക്ക്ഡായിട്ട് ഞാൻ നിന്നിട്ട് പിന്നെ ഞാൻ റിക്കവറായിട്ട് ഒരു 10 സെക്കൻഡ് കഴിഞ്ഞിട്ട്, സാർ ഞാൻ ചേർത്തലക്കാരനാണ്, ചേർത്തലാണ് എൻ്റെ വീടെന്ന് പറഞ്ഞു. സോ അതൊരു എന്താണ് ഗൂസ് ബംസ് എന്നൊരു നിമിഷമായിരുന്നു. ഡോക്ടർ അമ്പാടി അദ്ദേഹത്തിൻ്റെ പറഞ്ഞ പോക്രി സൈമണിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പോക്രി സൈമൺ ഒരു വേറൊരു എക്സ്ട്രീം രീതിയിലുള്ളൊരു സിനിമയാണ്. ഹരിവരാസനം വേറൊരു എക്സ്ട്രീമാണ്. സിനിമയിലെ നമ്മളെ ഈ കൂട്ടത്തിൽ അല്ല, ഇപ്പം തന്നെ മലയാള സിനിമയുടെ ഒരു കാർന്നവരെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ശ്രീ മണിയമ്പിള്ള രാജു ചേട്ടനെ വേദിയിലേക്ക് ക്ഷണിക്കാണ് 2 വാക്ക് സംസാരിക്കാനായിട്ട്. രമേശ് ചെന്നിത്തല അവരുടെ, സൈജു കുറുപ്പ്, ഇതിൻ്റെ ഡയറക്ടർ രാജേഷ് നായർ, ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന സാങ്കേതിക വിദഗ്ധർ, ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ. ഈ ഫ്ലോറിൽ ഒരുപാട് ഹിറ്റ് സിനിമകളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അരപ്ലസ് അരങ്കിന്നലുണ്ട്, ഇത് ഞങ്ങളുടെ കഥ, അങ്ങനെ നിരവധി പടങ്ങൾ. അപ്പോൾ ആദ്യമായിട്ട് ഈ ഫ്ലോർ ഇനാഗുറേറ്റ് ചെയ്തത് 42 വർഷങ്ങൾക്ക് മുമ്പ് കരുണാകരൻ സാറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ബുദ്ധിയാണ് ഇവിടെ സ്റ്റുഡിയോയും കാര്യങ്ങളെല്ലാം വന്നത്. അപ്പോൾ വൈകുന്നേരം 4 മണിക്ക്, അപ്പോൾ മേക്കപ്പ് ഇട്ട് ഞാനും മുകേഷും ജഗതിയും ഈ ഇടയ്ക്ക് മരിച്ചുപോയ സന്തോഷ് കുമാറുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ നിൽക്കുമ്പോൾ കരുണാകരൻ സാർ ലൈറ്റിൻ്റെ ഈ ഗോഡ ഇപ്പോൾ ഇത്രയും ഹൈറ്റില്ല, അത് കുറച്ച് ഹൈറ്റ് കുറഞ്ഞു. അപ്പോൾ അതിലൊരു നടന്നു പോയിട്ട് അത് ഒടിഞ്ഞ് താഴെ വരും. ഞങ്ങളെല്ലാം പേടിച്ച്. അപ്പോൾ കരുണാകരൻ സാറിന് കുഴപ്പമില്ല, ഒന്നും പറ്റിയില്ല, ചെറിയ പോകില്ല, ഇത് ഐശ്വര്യമാണ്, രക്തം കണ്ടായില്ല, നന്നായിട്ട് ഒരു ഇതിനകത്തെടുക്കുന്നതൊക്കെ അന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അന്ന് ആദ്യം എടുത്ത സിനിമയാണ് 42 വർഷങ്ങൾക്ക് മുമ്പ്, ഇത് ഞങ്ങളുടെ കഥ. അത് ഭയങ്കര ഹിറ്റായിരുന്നു. അപ്പോൾ ഇവിടെ പ്രിയ ദിവസത്തെ പടങ്ങൾ, അപ്പോൾ ഒരുപാട് ഹിറ്റ് പടങ്ങൾ, രാശിയുള്ള സ്ഥലമാണ്. പലരും ഇത് അറിയാതെ കിടക്കണം. ഇവിടെ എടുത്ത പടങ്ങളൊക്കെ 90% ഓടിയിട്ടുണ്ട്. എന്നിട്ടും ഒരു വണ്ടി തെറ്റിയപ്പോൾ മീഡിയക്കാർ മുഴുവൻ പറയും വെള്ളം അടിച്ച വണ്ടി വരും. തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ അമ്മ കൂടി ഇരിപ്പുണ്ട്. അമ്മ അങ്ങനെ ഒരു ഫംഗ്ഷനോ പരിപാടിക്കൊന്നും പോകാത്ത ഒരാളാണ്. അപ്പോൾ ഇന്ന് ശബരിമല പരിപാടി ആയതുകൊണ്ടാണ് വളരെ സന്തോഷം. അപ്പോൾ ഞാൻ സൈജുവിൻ്റെ കൂടെ ആദ്യം ഒരു പടം ചെയ്യുന്നത് സോൾട്ട് മംഗോട്ട് ചെയ്ത സിനിമയാണ്. അന്ന് ഞങ്ങൾ തമ്മിലൊരു കണക്ഷൻ ഉണ്ടായി. അത് കഴിഞ്ഞ് 2 പടത്തിലും ഓരോ ദിവസം 2 ദിവസം വെച്ചിട്ടാണ്
ഞാൻ സൈജുനെ വിളിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞ് ലാസ്റ്റ് ഒരു പടത്തിൽ വെച്ച് എന്നോട് പറഞ്ഞതാ, നീ എന്നെ ഈ ഒരു ദിവസം 2 ദിവസം പറഞ്ഞ് വിളിക്കരുത്. അപ്പോൾ സൈജുന് ഓർമ്മ ഉണ്ടോയെന്നറിയില്ല. അന്ന് ഞാൻ സൈജുനോട് തിരിച്ചൊരു മറുപടി പറഞ്ഞിരുന്നു, ഇല്ല ഇനി ഞാനങ്ങനെ വിളിക്കില്ല, ഇനി ഞാൻ വിളിക്കുമ്പോൾ നീ നായകനായിരിക്കും, ആ സിനിമയ്ക്ക് വിളിക്കുമെന്ന് പറഞ്ഞു. ഇത് ഞാൻ പുറത്തുനിന്ന് ഇവിടെ വന്ന് സിനിമ ചെയ്ത ഒരാളാണ്. ഇവിടുത്തെ സിനിമ ഒരുപാട് പരിചയമൊന്നുമില്ല. അപ്പോൾ സിനിമയിൽ കണ്ട് പഴകിയ ആൾക്കാരിൽ നിന്നും വളരെ വിപരീതമായി, ശരിക്കും പറഞ്ഞ ഒരു പ്രൊഫഷണൽ അപ്രോച്ചിൽ ഒരുപാട് സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ഒരു ആക്ടറാണ് സൈജു. അതങ്ങനെ തന്നെ ഉണ്ടാവട്ടെ. നാളെ നിങ്ങളൊരു മെഗാസ്റ്റാറും ഒക്കെ ആകുമ്പോഴും അത് കീപ്പപ്പ് ചെയ്യട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് വളരെ ചെറിയൊരു ഇതേ ഉള്ളൂ, എനിക്ക് എൻ്റെ ക്രൂവിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. ആദ്യമായിട്ട് എൻ്റെ റൈറ്റർ ഡോക്ടർ അമ്പാടി, ക്യാമറമാൻ സജാദ് കാക്കു, ഫ്രണ്ടിൽ കൂടെ വരണം, എഡിറ്റർ അശോകൻ, അജീഷ് അശോകൻ, വന്നോട്ടെ, ആർട്ട് ഡയറക്ടർ രാഖിൽ വരും, ചീഫ് അസോസിയേറ്റ് പാർത്ഥൻ, അസോസിയേറ്റ് നിതീഷ്, കോസ്റ്റ്യൂം സ്റ്റെഫി സേവിയർ, ഞങ്ങളുടെ ബ്യൂട്ടി ക്വീൻ. അപ്പോൾ കുറച്ച് നേരത്തെ ഞാൻ ആരോടും പിന്നെ സിത്താരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നായിക എന്ന് പറഞ്ഞപ്പോൾ അപ്പം തൊട്ട് കണ്ണും ഉരുട്ടി ദേഷ്യഭാവത്തിലിരിക്കുന്ന ഞങ്ങളുടെ രണ്ടാമത്തെ നായിക ഈവ, പ്ലീസ് കം ഓൺ സ്റ്റേജ്. കണ്ടോ, രണ്ടാമത് വിളിച്ചുകൊണ്ട് വിലാസത്തിലൂടെ സമർപ്പിക്കുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ് എനിക്ക് പറയാൻ പറ്റും. ഞങ്ങൾ മനസ്സിൽ കണ്ട ഒരു ക്യാരക്ടർ 240ഓളം കുട്ടികളെ ഞങ്ങൾ ഓഡിഷൻ ചെയ്തതിന് ശേഷം സെലക്ട് ചെയ്തതാണ് ഇവയെ. ഇതാണ് ഞങ്ങളുടെ ഹരിവരാസനത്തിലെ മെയിൻ അഭിനേത്രി അല്ലേ? എല്ലാവരോടും നമുക്ക് നന്ദി പറയണം. ഞങ്ങളുടെ വായ ഫിലിംസിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ്. താങ്ക് യു സോ മച്ച് അഞ്ജന ഫോർ കണ്ടക്ടിങ് ഓൾ ദിസ്. എല്ലാവരോടും നന്ദി. എല്ലാവരും സിനിമ തിയേറ്ററിൽ തന്നെ കാണണം. എല്ലാവരും സിനിമയിൽ തിയേറ്ററിൽ പോയിട്ട് കാണണേ. താങ്ക് യു സോ മച്ച് ടീം ഹരിവരാസനം. ഇവിടെ വന്നതും ഇത്ര നേരം ഇരുന്ന എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്. താങ്ക്സ് ഫോർ യുവർ പ്രസൻസ്. യുവർ പ്രസൻസ് ഈസ് അവർ ബ്ലെസ്സിങ്സ്. താങ്ക് യു വെരി മച്ച് സർ. താങ്ക് യു. താങ്ക്സ് എവരിവൺ. നമുക്കൊരു മീഡിയ ഇന്ററാക്ഷൻ സെക്ഷൻ ഉണ്ടായിരിക്കും. ദാറ്റ് ബി ഔട്ട്സൈഡ്. ഹരിവരാസനം എന്നാണ് ഷൂട്ട് 5-ാം ദിവസം. ചേട്ടാ നന്നായി വരട്ടെ. താങ്ക് യു. വലിയ എല്ലാവരുടെ സപ്പോർട്ടിന് ഒരുപാട് താങ്ക് യു. അതിനുവേണ്ടി